24 അതിരപ്പള്ളി പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിന് നേരെ വനം വകുപ്പിന്റെ പ്രതികാര നടപടി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ റൂബിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു പോലീസ് നടപടി. ഇന്നലെ കാട്ടുപന്നിയെ വാഹനമിടിച്ചതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിരുന്നു. ഇതിൽ വനം മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി. റൂബിൻ ലാലിനെതിരെ വനം വകുപ്പും കേസെടുത്തു. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ റൂബിൻ ലാൽ അറസ്റ്റിൽ എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിലാണ് റൂബിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വനഭൂമിയിൽ പന്നിയുടെ ദൃശ്യങ്ങൾ, പരിക്കേറ്റു കിടന്നിരുന്ന പന്നിയുടെ ദൃശ്യങ്ങൾ എടുക്കാൻ പോയ സമയത്തായിരുന്നു മാധ്യമപ്രവർത്തകന് നേരെ ഉദ്യോഗസ്ഥരുടെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ഇപ്പോൾ 24 അതിരപ്പള്ളി പ്രാദേശിക ലേഖനായ റൂബിൻ ലാലിന് നേരെ വനം വകുപ്പ് കേസെടുത്തു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ റൂബിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു പോലീസ് നടപടി. കാട്ടുപന്നിയെ വാഹനമിടിച്ചതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിരുന്നു. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, വനം വകുപ്പിന്റെ പ്രതികാര നടപടിയാണോ ഇത്? പ്രത്യേകിച്ച് വനം മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച ഒരു സാഹചര്യമാണ്. അത് അട്ടിമറിക്കാൻ തന്നെയാണോ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒത്തുകളി? ശ്രീകാന്ത്, ഇത് ഞെട്ടിക്കുന്ന വിവരം, വാർത്ത എന്ന് മാത്രമേ ഇതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. കാരണം ഇന്നലെ ഈ മേഖലയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ മേഖലയിൽ ആകെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. ആനയുടെ ശല്യം, അതോടൊപ്പം തന്നെ കാട്ടുപന്നിയുടെ ആക്രമണം, ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ അനവധിയായ പ്രശ്നങ്ങൾ ഇവിടെ നിന്നും ഉണ്ടാകാറുണ്ട്. ആ ഘട്ടത്തിലെല്ലാം തന്നെ ഇവിടെ നിന്നും മാധ്യമപ്രവർത്തകരെ വിളിച്ച് അറിയിച്ച് ഇവിടെ വാർത്ത ചെയ്യാൻ വരാറുമുണ്ട്, ദൃശ്യങ്ങൾ പകർത്താറുമുണ്ട്. ഈ സാധാരണക്കാരായ ആളുകളുടെ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ റൂബിൻ ലാലിനെ പോലെയുള്ള നമ്മുടെ 24-ന്റെ ആളുകൾ, 24-ന്റെ റിപ്പോർട്ടർമാർ ഓരോ സ്ഥലത്തേക്കും എത്തുന്നത്. അങ്ങനെയാണ് ഇന്നലെ റൂബിൻ ലാൽ ഈ മേഖലയിൽ കാട്ടുപന്നിയെ വാഹനമിടിച്ച് വീഴ്ത്തിയ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. അവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്തുന്ന ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥൻ ജാക്സൺ എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ എത്തുന്നു. ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല എന്ന് പറയുന്നു. അതിനൊരു പിന്നാമ്പുറ കഥയുണ്ട്. എന്താണെന്നാൽ ഇതിനു മുൻപ് ഏഴാറ്റുമുഖം ഗണപതിയും അതോടൊപ്പം ആനക്കൂട്ടങ്ങളും ഇവിടെ വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഈ ജാക്സണെ പോലെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത്, വാർത്ത പുറത്തെത്തിക്കാനും വനം വകുപ്പിനെ കൊണ്ട് നടപടിയെടുപ്പിക്കാനും ആശ്രയിച്ചിരുന്നത് റൂബിൻ ലാലിനെ പോലെയുള്ള ഈ മേഖലയിലെ മാധ്യമപ്രവർത്തകരെയായിരുന്നു. ഈ ഒരു പ്രശ്നം റൂബിൻ ലാലുമായിട്ട് നേരത്തെ തന്നെ ഇവിടുത്തെ വനം വകുപ്പിനുണ്ട്. ഇന്നലെ റൂബിൻ ലാലിനെ തടയുന്നു, റൂബിൻ ലാലിന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നു, റൂബിൻ ലാലിന്റെ മൊബൈൽ വാങ്ങി എറിയാൻ നോക്കുന്നു. അതിനുശേഷം ഇന്നലെ ഉച്ചയോടുകൂടി വനം വകുപ്പ് റൂബിൻ ലാലിനെതിരെ കേസെടുക്കുന്നു. അതും ബഹുരസമാണ്. ഇന്നലെ രാവിലെ നമ്മുടെ മോർണിംഗ് ഷോയിൽ വനം വകുപ്പ് മന്ത്രിയാണ് വന്ന് പറയുന്നത്, മാധ്യമപ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും ഒരു വനം ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ ശിക്ഷ ഉണ്ടാകും. അന്വേഷണം മധ്യമേഖല CCFന് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത്. പക്ഷേ ഉച്ചയാകുമ്പോൾ മന്ത്രിക്ക് പുല്ലുവില നൽകിക്കൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ കാലേകൂട്ടി ഈ വിഷയത്തിൽ ഒരു പരാതി പോലീസിൽ നൽകുന്നു, അതിരപ്പള്ളി പോലീസിൽ നൽകുന്നു. അതിരപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, തന്നെ അസഭ്യം പറഞ്ഞു, തനിക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടി ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പരാതിയായി അതിരപ്പള്ളി സ്റ്റേഷനിൽ നൽകുന്നത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഈ മന്ത്രി പറഞ്ഞ അന്വേഷണം അത് തനിക്ക് പണിയാകും, തനിക്ക് പാരയാകും എന്ന് മനസ്സിലാക്കി അതെങ്ങനെയും തടയുക ലക്ഷ്യമിട്ട് ഒരു വ്യാജ പരാതി നൽകുന്നു. ഇതിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്ന് പറയുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഇന്നലെ രാത്രി അതിരപ്പള്ളി സിഐയുടെ നേതൃത്വത്തിൽ റൂബിൻ ലാലിനെ വീട് കയറി അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റൂബിൻ ലാലിനെ സംബന്ധിച്ചിടത്തോളം റൂബിൻ ലാലിന്റെ കുടുംബമടക്കം ഈ അതിരപ്പള്ളി മേഖലയിലെ പരിസ്ഥിതി വിഷയങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരം നയിച്ച പാരമ്പര്യമുള്ള
കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു അംഗത്തെയാണ്, മാധ്യമപ്രവർത്തകനെയാണ് തൻ്റെ ജോലി ചെയ്തതിൻ്റെ പേരിൽ വ്യാജ പരാതി നൽകി, മന്ത്രിക്ക് പുല്ലുവില നൽകി, മന്ത്രിയുടെ വാക്കുകൾക്ക് പുല്ലുവില നൽകി, മധ്യകേരള CCFന്റെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥർ ചേർന്ന് ഇങ്ങനെ ഒരു വ്യാജ പരാതി നൽകിയപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയേണ്ടത് അതിരപ്പള്ളി CIയുടെ രീതിയാണ്. ഒട്ടനവധി കേസുകളിൽ ഇത്തരത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുമ്പോൾ ഈ ശുഷ്കാന്തിയൊന്നും പോലീസിന്റെ ഭാഗത്തൊന്നും കാണാറില്ല. പക്ഷേ കൃത്യമായ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയുടെ ഭാഗമായി നിലവിൽ എല്ലാ സുപ്രീം കോടതി മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നലെ രാത്രിയോടുകൂടി വീട്ടിലേക്ക് ഇടിച്ചു കയറി ഈ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടടക്കം സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ, പരാമർശങ്ങൾ നിലവിലുണ്ട്. ഈ അടുത്തിടെ മണിപ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്ന ഘട്ടത്തിൽ അതിരൂക്ഷ വിമർശനത്തോടെ മണിപ്പൂർ സർക്കാരിനെയും പോലീസിനെയും നേരിട്ടതാണ് സുപ്രീം കോടതി. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ അതിരപ്പള്ളി CI ഒരൽപ്പം ഉദ്യോഗസ്ഥ തൻപ്രമാണിത്വം കാണിച്ചത് എന്ന് പറയേണ്ടി വരും. ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അർദ്ധരാത്രി ഇടിച്ച് വീട്ടിലേക്ക് കയറുന്നു, സദാസമയവും ഈ പോലീസ് സ്റ്റേഷനുമായി അടക്കം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നു, നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഈ നിമിഷം വരെ അദ്ദേഹത്തിന് കിട്ടേണ്ടതായ അവകാശങ്ങൾ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ നമ്മൾ തന്നെ ബന്ധപ്പെട്ടു, ഈ CIയെ നമ്മൾ ബന്ധപ്പെടുകയാണ്, ഞങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പട്രോളിങ്ങിലാണ് എന്നുള്ളതാണ്. ഈ അറസ്റ്റ് നടന്നതായോ ഇങ്ങനെ ഒരു കേസെടുത്തതായോ അദ്ദേഹം പറയുന്നില്ല. ഞാൻ പട്രോളിങ്ങിലാണ് എന്ന് പറഞ്ഞ വിവരം മറച്ചു വെക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഈ അതിരപ്പള്ളി CI ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ളത് കൃത്യമായ സുപ്രീം കോടതി മാനദണ്ഡങ്ങളുടെ ലംഘനമാണ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം സാധാരണക്കാരായ പൗരന്മാർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി അവരുടെ വീഴ്ചകൾ, അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ഇതെല്ലാം തന്നെ മറച്ചുവെക്കുന്നതിന്, പൗരന്മാരുടെ സാധാരണക്കാരുടെ വായടപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥർ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു വകുപ്പ്. അത് വളരെ മോശമായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. റൂബിൻ ലാലിനെ ഈ നാടിന് മുഴുവൻ അറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയാവുന്നതാണ്. അതിരപ്പള്ളിയിലെ ഈ സമരം വലിയ തോതിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരത്തിൽ ആ കുടുംബം ഒന്നാകെ, ഈ റൂബിൻ ലാലിൻ്റെ അച്ഛൻ ജയിൽവാസമടക്കം അനുഷ്ഠിച്ചിട്ടുള്ളയാളാണ്. ആ സ്ഥലത്തെ ഈ പ്രധാനപ്പെട്ട പരിസ്ഥിതി വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ചതാണ് വനം വകുപ്പിനെ ചൊടിപ്പിച്ചത്. മുൻപ് ആനശല്യം മൂലം ആളുകൾ മരണപ്പെടുന്നതും ഇതുവഴി ആളുകൾക്ക് യാത്ര ചെയ്യാൻ പോലും കഴിയാത്തതുമായ സാഹചര്യം അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് റൂബിൻ ലാലായിരുന്നു. അന്ന് മുതൽ റൂബിൻ ലാലിനെ ലക്ഷ്യമിട്ടതാണ് ഈ വനം വകുപ്പ് മന്ത്രിയുടെ പോലും വാക്കുകൾക്ക് പുല്ലുവില നൽകി പരാതി നൽകുന്നു. മധ്യകേരള CCF ഇതിൽ അന്വേഷണം നടത്തുമ്പോൾ മധ്യകേരള CCFന് പോലും വനം വകുപ്പിൽ യാതൊരു വിലയുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്, അദ്ദേഹത്തെ അസഭ്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. ചിത്രീകരിച്ച ക്യാമറയിൽ ഈ ദൃശ്യങ്ങളടക്കം എല്ലാം തന്നെയുണ്ട്. ഇത് ഏത് കോടതിയിലും ഏത് പോലീസ് സ്റ്റേഷനിലും ഹാജരാക്കാൻ തയ്യാറാണെന്നിരിക്കുകയാണ് ഈ പോലീസ് സ്റ്റേഷനുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് രാത്രിയിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത്, വൈകുന്നേരമാണെന്ന് ഓർക്കണം കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, 8 മണിയോടുകൂടിയാണ് FIR ഇടുന്നത് എന്ന് ഓർക്കണം. ആ FIR ഇട്ട് ഏതാനും മണിക്കൂറുകൾക്കകം അറസ്റ്റും രേഖപ്പെടുത്തുന്നു. ഒരുപക്ഷേ ഈ അതിരപ്പള്ളി CIയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏറ്റവും വലിയ സുപ്രീം കോടതി മാനദണ്ഡങ്ങളുടെ ലംഘനം എന്ന് പറയേണ്ടി വരും. ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്ന സാധാരണക്കാരന് നേരെ പ്രയോഗിക്കുന്ന ഇവരുടെ ഒരു ആയുധമുണ്ട്, അതൊരു ദുരുപയോഗം ചെയ്തു, ഈ ഘട്ടത്തിൽ ദുരുപയോഗം ചെയ്തു എന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും. മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് റൂബിൻ ലാൽ ഈ പന്നിയെ വണ്ടി ഇടിച്ച് കടന്നുപോയ സ്ഥലത്തെത്തി ദൃശ്യങ്ങൾ പകർത്തിയത്. അദ്ദേഹത്തിനല്ലാതെ അവിടെ എത്തേണ്ട കാര്യമേ ഇല്ല. ഈ പന്നി ഇറങ്ങുന്നതും കർഷകരുടെ കൃഷി നാശമുണ്ടാകുന്നതും ജനങ്ങളെ അത് പരിക്കേൽപ്പിക്കുന്നതും ഒക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. അതൊന്നും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാറില്ല. അത് ജനങ്ങളിലേക്ക് എത്തിച്ചത് റൂബിൻ ലാലിന്റെ നേതൃത്വത്തിലായിരുന്നു. ആ മാധ്യമ പ്രവർത്തനം നടത്തിയതിനാണ് അദ്ദേഹം ഇന്നിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ സ്റ്റേഷനിൽ തുടരുന്നത്. വൈകാതെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
യെസ്, ശ്രീകാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏത് തരത്തിലാണ് ഇത് കൃത്യനിർവഹണത്തിന് തടസ്സമാവുക എന്നതാണ് മാധ്യമപ്രവർത്തകന്റെ ജോലിയാണ്. ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ എത്തിയ ദൃശ്യങ്ങൾ പകർത്തുക, വാർത്തയെടുക്കുക എന്ന്. ഇന്നലെ രാത്രി അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു ഈ പോലീസ് നടപടി. അത്രയും നാടകീയമായ രീതിയിലാണ് ഈ ഒരു സംഭവത്തിൽ പോലീസിന്റെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നു എന്ന് തന്നെയല്ലേ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ശ്രീകാന്ത്? ഇക്കാര്യത്തിലൊരു സംശയത്തിന്റെ കാര്യമേ വരുന്നില്ല. കാരണം ഈ കേസെടുക്കുന്നത് 7:36-നാണ്. 7:36-ന് കേസെടുക്കുന്നു. ഏതാണ്ട് ഒരു 10 മണിയോടടുത്ത് അറസ്റ്റ് നടക്കുന്നു. കൃത്യം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഈ CI എന്ന് പറയാം, അതിരപ്പള്ളി CIയെ വിളിക്കുമ്പോൾ അതിരപ്പള്ളി CI ഫോൺ എടുത്തതിന് ശേഷം പറയുന്നത് ഈ FIR ഇട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. ആ ഘട്ടത്തിൽ പറയുന്നത് എനിക്ക് കൃത്യമായി അതിനെക്കുറിച്ച് ധാരണയില്ല എന്നാണ്. ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് അതിൻ്റെ SHO യാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്. എനിക്കതിനെക്കുറിച്ച് ധാരണ കൃത്യമായി ഇല്ല എന്ന്. ഒരു പക്ഷേ ആ FIR-നെ കുറിച്ച് അറിയാത്ത ഏക വ്യക്തി അതിരപ്പള്ളി CI ആയിരിക്കണം. സ്വന്തം സ്റ്റേഷനിലിട്ട FIR-നെ കുറിച്ച് ആ ഘട്ടത്തിൽ അറിയാത്ത ഏക വ്യക്തി ഒരു പക്ഷേ അതിരപ്പള്ളി CI ആയിരിക്കണം. അദ്ദേഹം പറയുന്നത് ഞാൻ പട്രോളിങ്ങിലാണ് എന്നുള്ളതാണ്. ഈ പട്രോളിങ്ങിലാണ് എന്ന് പറയുന്ന സമയത്താണ് ഈ റൂബിൻ ലാലിന്റെ വീട്ടിലേക്ക് ഒരു പോലീസ് പട ഒന്നാകെ ഇടിച്ചു കയറുന്നതും അദ്ദേഹത്തിന്റെ അമ്മയടക്കം ഉണ്ടായിരുന്നപ്പോൾ ആ വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി ആ മാധ്യമപ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കുന്നതും. ഈ ഘട്ടത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും, സാധാരണക്കാർ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ തൻപ്രമാണിത്വത്തിനെതിരെ പ്രതികരിക്കാൻ മടിക്കുന്നത് ഒരൊറ്റ വകുപ്പ് കൊണ്ടാണ്. അത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന ജാമ്യമില്ലാ വകുപ്പ് ചുമത്തും എന്നുള്ളത് കൊണ്ടാണ്. പോലീസ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്ങനെ പല ഉദ്യോഗസ്ഥരും സാധാരണ മനുഷ്യർക്കെതിരെ, അത് റൂബിൻ ലാൽ എന്ന മാധ്യമപ്രവർത്തകനല്ല, സാധാരണ മനുഷ്യരെ ഭയപ്പെടുത്താൻ, പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വകുപ്പാണ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള വകുപ്പ്. ഈ പന്നിയെ വാഹനമിടിച്ച് വീഴ്ത്തി കിടക്കുമ്പോൾ അവരുടെ ക്വാർട്ടേഴ്സിനുള്ളിൽ മൂടിപ്പുതച്ചുറങ്ങുകയായിരുന്നു ഈ ബീറ്റ് ഓഫീസർ കൂടിയായ ജാക്സൺ അടക്കമുള്ളവർ, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അപ്പോഴാണ് നമ്മുടെ റൂബിൻ ലാൽ അവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്തുന്നത്. അതവർക്ക് വലിയ ക്ഷീണമായി, വലിയ തിരിച്ചടിയായി. അവരുടെ മേലുദ്യോഗസ്ഥർ അവരെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്തു. ആ പക അവർ തിരികെ വീട്ടുകയാണ്. ഇതിൽ മന്ത്രിക്ക് പുല്ലുവിലയാണ് ഈ ഉദ്യോഗസ്ഥൻ നൽകിയത്, ഒരു റിപ്പോർട്ടിനായി പോലും കാക്കാൻ. ഇതിൽ അന്വേഷണം നടത്തുന്ന മധ്യ കേരള CCF-ന്റെ റിപ്പോർട്ട് പോലും വരുന്നതിന് മുൻപ് കേസ് കൊടുത്ത് അതെങ്ങനെയും കൗണ്ടർ ഇടാൻ ഉള്ള ശ്രമമാണ്, കൗണ്ടർ കേസ് കൊടുക്കാനുള്ള ശ്രമമാണ് ഇതിൽ നടന്നത്. അത് അറസ്റ്റിൽ കലാശിച്ചിരിക്കുന്നു. ഇനി റൂബിൻ ലാൽ തിരികെ ആ ഉദ്യോഗസ്ഥൻ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ, ഫോൺ വലിച്ചെറിഞ്ഞതിനെതിരെ ഒരു കേസ് നൽകിയിരുന്നു. ഏറ്റവും ക്രൂരമായ കാര്യം, അതിൽ ഈ അതിരപ്പള്ളി CI ഇട്ടിരിക്കുന്നത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ്. അതിൽ കൃത്യമായി മനസ്സിലാകുന്നത് ഉദ്യോഗസ്ഥ തല ഗൂഢാലോചനയാണ് ഇതിൽ നടന്നത് എന്നുള്ളതാണ്. അതിരപ്പള്ളി CIയും വനം വകുപ്പ് ഉദ്യോഗസ്ഥനും ചേർന്നുള്ള കൃത്യമായ നീക്കം ഇതിൽ നടന്നിരിക്കുന്നു. ഇനി ഒരു വാർത്തയും അതിരപ്പള്ളി മേഖലയിൽ നിന്നും ജനം അറിയരുത്. ഇനി ഒരു തരത്തിലും അതിരപ്പള്ളിയിലെ ജനങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ ആനയോ പന്നിയോ ഒക്കെ ഇറങ്ങി അവർക്ക് അവരുടെ ജീവനും സ്വത്തിനും നാശം വരുത്തിയാൽ ആരും അറിയരുത് എന്ന് ഇവിടുത്തെ അതിരപ്പള്ളി CIയും ബീറ്റ് ഓഫീസർ ജാക്സൺ അടക്കമുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വിചാരിക്കുന്നു, അവരങ്ങനെ ആഗ്രഹിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. യെസ്, ശ്രീകാന്ത് ദയവായി തുടരുക. ഇപ്പോൾ സൂരജ് സജി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, ഇന്നലെയാണ് ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. ഇപ്പോൾ അതിൽ പ്രതികാര നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകനായ റൂബിൻ ലാലിനെതിരെ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി വീട് വളഞ്ഞാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സൂരജ്, ഇന്നലെ രാവിലെ തൊട്ടുണ്ടായ സംഭവങ്ങൾ അതൊന്ന് പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കാമോ? ഇന്നലെ രാവിലെ ഈ കാട്ടുപന്നി റോഡരികിൽ വാഹനമിടിച്ചു കിടക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് റൂബിൻ ലാൽ അവിടെ എത്തുന്നത്. വനം വകുപ്പ് ഇതിനെ റെസ്ക്യൂ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുക എന്നത് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ സമയത്ത് PWD റോഡിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്താണ് ഈ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കില്ല. കാരണം ഇത് കിടക്കുന്നത്, പന്നി കിടക്കുന്നത് ഈ വനഭൂമിയിലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പകർത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ റൂബിൻ പറയുന്നുണ്ട്, ഞാൻ നിൽക്കുന്നത് PWD റോഡിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ദൃശ്യം എടുക്കും എന്ന് പറയുമ്പോൾ റൂബിന്റെ ഫോൺ തട്ടിത്തെറിപ്പിക്കുകയും പിന്നീട് റൂബിനെ പിടിച്ചു തള്ളുകയുമായിരുന്നു അവിടെ നിന്ന്. അങ്ങനെ ഈ കയ്യേറ്റം നടക്കുന്നു. ഇത് സംബന്ധിച്ച് നമ്മൾ വാർത്ത നൽകുകയും ചെയ്തു. അതോടുകൂടിയാണ് ഈ വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെ ഈ ജാക്സൺ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എന്നെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. ബന്ധപ്പെട്ട് ഇതിൽ സമാപനം നടത്തി ഈ വിഷയം എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്, 1 ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വനം മന്ത്രിയുടെ ഇടപെടൽ വരുന്നത്. വനം മന്ത്രി ഈ വിഷയത്തിൽ CCF-ന് തന്നെ അന്വേഷണ ചുമതല നൽകുകയും ചെയ്തു. ഈ വനം മന്ത്രിയുടെ ഇടപെടൽ വന്ന മണിക്കൂറുകൾക്ക് ശേഷം, അതായത് വനം മന്ത്രി ഈ
ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നത് 9 മണിയോടുകൂടിയാണ്. അതിനുശേഷം 12 മണിയോടുകൂടിയാണ് ഇതിനകത്ത് ഒരു ഉദ്യോഗസ്ഥ ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ട് ഈ പരാതി നൽകുന്ന നടപടിയിലേക്ക് പോയത്. അത് വനം വകുപ്പ് തന്നെ ആദ്യം പരാതി നൽകുന്നു. അത് പോലീസ് സ്റ്റേഷനിലെത്തി ഒരു പരാതി നൽകുകയും ഒരു വെള്ളക്കടലാസിൽ എഴുതി നൽകിയ പരാതി. അതിനപ്പുറത്തേക്ക് ഒരു ദൃശ്യങ്ങൾ പോലും, അതായത് ഇവരെ തടയുന്നതോ അല്ലെങ്കിൽ ഇവരുടെ ഡ്യൂട്ടിക്ക് തടസ്സം ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ പോലുമില്ല, ഒരു തെളിവ് പോലുമില്ലാതെ വെറും വെള്ളക്കടലാസിൽ എഴുതി നൽകിയ പരാതി. ആ പരാതിയുടെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കേസെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വനം വകുപ്പും ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കള്ളക്കേസിൽ പെടുത്തുന്നു. വനം വകുപ്പ് വനത്തിനകത്ത് അതിക്രമിച്ചു കയറി എന്ന തരത്തിൽ വ്യാജ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടിയും വൈകുന്നേരം ഉണ്ടായി. ഇന്നലെ ഈ റൂബിനെ മർദ്ദിക്കുന്ന സമയത്ത് തന്നെ ഈ ജാക്സൺ പറയുന്നുണ്ട്, നിന്നെ വനത്തിനകത്ത് അതിക്രമിച്ചു കയറി എന്ന പേരിൽ കള്ളക്കേസ് എടുത്ത് ജയിലിനകത്ത് അടയ്ക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. പല കുറി ഇത്തരത്തിൽ റൂബിന് നേരെ ഭീഷണി ഉയർന്നിട്ടുണ്ട്. കാരണം ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന പരിധിക്കകത്ത് നേരത്തെ തന്നെ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. കാട്ടാനക്കൂട്ടം ഇറങ്ങി ജനവാസ മേഖലയിൽ വലിയ രീതിയിൽ ഭീതി സമയത്ത് ഈ ഫോറസ്റ്റ് ഓഫീസിലെ കൊന്നക്കുഴി ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പൊതുജനം പരാതി പറഞ്ഞ സമയത്ത് ഈ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ മണിക്കൂറുകൾക്ക് ശേഷവും ഈ ജനവാസ മേഖലയിൽ കാട്ടാനയെ തുരത്താൻ എത്തിയില്ല. പിന്നീട് ഇവർ അഭയം സ്ഥാപിച്ചു. അന്ന് 24-നെയായിരുന്നു. റൂബിന് വിവരം കൈമാറുന്നു. അങ്ങനെ റൂബിന് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു. അതിനുശേഷം ഈ കാട്ടാന ജനവാസ മേഖലയിൽ നിന്ന് ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ മുന്നിൽ എത്തുന്ന സമയത്ത് മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു നടപടിക്ക് ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നത്. അങ്ങനെ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ മുന്നിൽ ഈ കാട്ടാനക്കൂട്ടം എത്തിയ സമയത്ത് ഈ കാട്ടാനയെ തുരത്തുന്നു. ആ ദൃശ്യങ്ങൾ സഹിതം ഈ വനംവകുപ്പിന്റെ വീഴ്ച തുറന്നു കാട്ടിക്കൊണ്ട് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് അന്ന് നമ്മൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം അവിടത്തെ ഈ സ്റ്റേഷനിലെ വാച്ചർമാരടക്കം റൂബിനെ അസഭ്യം പറയുന്ന തരത്തിലേക്ക് പരസ്യമായി വഴിയിൽ അസഭ്യം പറയുന്ന സംഭവങ്ങൾ ഉണ്ടായി. ആ സമയത്തും നമ്മൾ അത് വലിയ മുഖവിലക്ക് എടുക്കുക അല്ലെങ്കിൽ അത് ഒരു വാർത്തയാക്കുന്ന തലത്തിലേക്ക് നമ്മൾ പോയില്ല. ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ അതിരപ്പള്ളിയിൽ നിന്നും നിരന്തരമായി നമ്മൾ ഈ ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ഇത്തരം വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ അതിൽ വലിയ വിയോജിപ്പ് അല്ലെങ്കിൽ വലിയ അമർഷം ഈ ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. അതിന്റെ ഒരു പ്രതികാര നടപടി തന്നെയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഇവർ 2 തരത്തിൽ, അതായത് 2 വ്യാജ പരാതികൾ നൽകിക്കൊണ്ട് കേസെടുക്കുന്നു. ഒന്ന് വനത്തിനകത്ത് അതിക്രമിച്ചു കയറി എന്ന പേരിൽ വനംവകുപ്പ് കേസെടുക്കുന്നു. മറുവശത്ത് പോലീസിനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ രാത്രി റൂബിൻ 12 മണിയോടുകൂടിയാണ് റൂബിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് റൂബിന്റെ ഫോൺ ഓഫാണ്. നമുക്ക് ഒരു തരത്തിൽ റൂബിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഒരു പ്രതിനിധി എത്തി. രാത്രി 2 മണിയോടുകൂടി നമ്മുടെ പ്രതിനിധി എത്തുന്ന സമയത്താണ് റൂബിൻ സ്റ്റേഷനകത്തുള്ളത്. ആ സമയത്ത് റൂബിൻ വിളിച്ചു പറയുന്നുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്തിട്ട് മണിക്കൂറുകളായി, എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണം, വീട്ടിൽ വിളിച്ച് ഞാനിങ്ങനെ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്ന വിവരം എനിക്ക് ധരിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് നിയമസഹായം ചെയ്തു തരണം എന്ന് റൂബിൻ ഈ സ്റ്റേഷനകത്തിരുന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് നമുക്ക് നമ്മുടെ പ്രതിക്ക് പുറത്തു നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ മിനിമം ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ നിയമസഹായം തേടാനുള്ള അവകാശം അയാളുടെ മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശം പോലും ഇന്നലെ സ്റ്റേഷനകത്ത് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ ഈ CI, അതായത് അതിരപ്പള്ളി CI ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. രാത്രി ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഈ ഫോൺ എടുക്കുന്നില്ല, ഫോണിൽ സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. ഇനി സ്റ്റേഷനിലെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ റിസീവർ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രതിനിധി അവിടെ ചെല്ലുന്ന സമയത്ത് സ്റ്റേഷൻ ഫോണിന്റെ റിസീവർ എടുത്ത് മാറ്റി വെച്ചിട്ട് GD ചാർജ് ആ ഫോണിന് മുന്നിൽ ഇരിക്കുന്നു. ഒരു വനിതാ ഉദ്യോഗസ്ഥയായിരുന്നു ഇന്നലെ GD ചാർജായി അവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വലിയ അട്ടിമറി അല്ലെങ്കിൽ വലിയ ഗൂഢാലോചന ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്നലെ നടന്നു എന്നുള്ളതാണ്. അതും വനം വകുപ്പിന് വേണ്ടി പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുന്നു, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. വനം വകുപ്പിനെതിരെയോ അല്ലെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുജനത്തിന് വേണ്ടി വാർത്ത റിപ്പോർട്ട് ചെയ്താൽ ഇതായിരിക്കും പാഠം എന്ന് പറയുന്ന തരത്തിലേക്കല്ല, ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഷേധം. കടുത്ത പ്രതിഷേധം ഈ അതിരപ്പള്ളി മേഖലയിലുള്ള മാധ്യമപ്രവർത്തകർ അടക്കം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുകയാണ്. കീർത്തന.